ഹലോ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾ എന്താണോ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്തെ മെസ്സേജായിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. ഞാൻ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ, അതായത് വീക്ക്ലി വീഡിയോയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അത് എന്നെ തന്നെ ട്രോളിയിട്ടുള്ള കമൻറ്റായിരുന്നു. ആ ഒരു സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു. നന്ദി മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് പറയാനായിട്ട്. ആക്ച്വലി ആ കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ എന്നെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിപ്പിച്ചു, ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടായി, അതോടൊപ്പം തന്നെ ഒത്തിരി ചിരിച്ചു. വേറെ ഒന്നുമല്ല, എൻ്റെ വീഡിയോയുടെ തംബ്നെയിലിനെ കുറിച്ചിട്ടായിരുന്നു. ആ കമൻറ്റ് വായിക്കണ വരെ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോസ് നന്നായിട്ട് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് മറ്റുള്ളവരിൽ എത്തിക്കാൻ സാധിക്കണം, ആവശ്യമുള്ളവർക്ക് കറക്റ്റ് സമയത്ത് ആ ഗൈഡൻസ് എത്തിക്കണം. ആ ഒരു ഇൻറ്റൻഷനിലായിരുന്നു ഞാൻ എല്ലാ റീഡിങ്ങും ചെയ്തിരുന്നത്. അതല്ലാതെ എന്താ പറയുക, ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഐ ലവ് മൈ അല്ല ആ ഒരു പേരിലാന്ന് തോന്നുന്നു വന്നത്. അതുപോലെ ഞാനൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല മാഷേ. എനിക്കറിയില്ല ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയത്തില്ല. പക്ഷേ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ സൈഡിൽ നിന്നിട്ട്. ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ ഞാൻ തംബ്നെയിൽ ചെയ്യണ സമയത്ത് ചിലപ്പോൾ ഈ കമൻ്റ് ആയിരിക്കും എന്നെ ഇനി മുന്നോട്ട് ഗൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ പറയാറില്ലേ, നമ്മളെല്ലാവരും ഹീലേഴ്സാണ്. ഐ നോ ഇത് ക്യാമറയാണ്, പക്ഷേ ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റ്സ് ത്രൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ, മെയിനായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സൈലൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടേഴ്സാണ്. ഓക്കെ, ആ ഒരു കൊടുക്കൽ വാങ്ങൽ എനർജിയിൽ നിന്നിട്ടാണ് എനിക്ക് മെസ്സേജ് ചാനൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും ഒത്തിരി വലുതാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ്, ലോട്ട് ഓഫ് താങ്ക്സ്. അത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കാം, നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത കാർഡ്സ് ആണിത്. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് പേജ് ഓഫ് ഇമോഷൻസ്, സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് നൈറ്റ് ഓഫ് ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ നിന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു പൈൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്നാണോ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. പൈൽ നമ്പർ 1. താങ്ക് യു. 4 ഓഫ് കപ്സ്. ഒത്തിരി ഇമോഷണൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, 10 ഓഫ് സോഡ്സിൻ്റെ എനർജി. പേജ് ഓഫ് ഇമോഷൻസ്, പേജ് ഓഫ് കപ്സിൻ്റെ എനർജി. ബാക്കിൽ വന്നിട്ട് ഏസ് ഓഫ് ഇൻസ്പിറേഷനാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസം വന്നിട്ട് പോസിറ്റീവ് എഫർമേഷൻസ് യൂസ് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്, ഇൻസ്പയർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേരുടെ ലൈഫിൽ റീസെൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങൾ, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഐഡിയാസ് തമ്മിൽ മാച്ച് ആവാത്ത എന്തെങ്കിലുമൊക്കെ എനർജീസിൽ കൂടെ പോയിട്ടുണ്ടാകാം. അതായിരിക്കാം ഇവിടെ ഈ ഒരു 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ നിങ്ങളെ കൊണ്ട് നിർത്തിയേക്കുന്നത്. അത് നിങ്ങളെ ഒത്തിരി മെൻ്റലി ഒത്തിരി ഡിപ്രഷൻ്റെ എനർജി, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, ഒന്നിലും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല, സ്കാറ്റേർഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈഫിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഓക്കെ, അങ്ങനത്തെ എനർജീസിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു എൻഡിങ്, ആ ഒരു ഫേസിൽ കുറേയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ കൂടെ നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ, നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ കപ്പ് ഫില്ല് ചെയ്യണം, നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യണം, ആ ഒരു എനർജിയിലോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചുറ്റും കുറച്ചൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക. പ്രത്യേകിച്ചും നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളെ കെയർ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1, 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എഫർമേഷൻ വന്നിട്ട് ഐ ലവ് മൈ ഫാമിലി ആൻഡ് ദേ ലവ് മീ. ഓക്കെ, ആ ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജിയാണ്. ആ ഒരു എനർജി കുറച്ച് പേർക്ക് അനുഭവിക്കാനായിട്ട് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. മൈ സ്ലീപ്പ് ഇസ് റിലാക്സ്ഡ് ആൻഡ് റിഫ്രഷിങ്. മെയിൻ തിങ്, നിങ്ങളുടെ ആ ഒരു ആങ്സൈറ്റിയിൽ വർക്ക് ചെയ്യുക. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺസിൽ നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല, റെസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല, ഒരു ഫ്രഷ് എനർജി ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ കുറച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോഡിക്ക് കുറച്ചും കൂടെ നിങ്ങൾ പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്കത് ഒത്തിരി പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയും അതിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ടിട്ട് നിങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് മറന്നു പോകുന്ന സാഹചര്യങ്ങളാണ്. കുറച്ച് പേരിന്ന് പീസ് ചൂസ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഫാമിലിയിലോട്ട് റിട്ടേൺ ആയിട്ട് വരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എൻഡ് ചെയ്തിട്ട്, ചിലപ്പോൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ആയിരിക്കാം, വെക്കേഷൻ ആയിരിക്കാം, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അത് എൻഡ് ചെയ്തിട്ട് ഫാമിലിയിലോട്ട് റിട്ടേൺ ആയിട്ട് വരാനായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ടും കുറച്ച് പേരുടെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്ക് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഫാമിലീനെ മിസ് ചെയ്യുന്ന ഒരു എനർജിയും ആകാം. നിങ്ങളുടെ റിലേഷൻഷിപ്സ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, അവരെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലും കുറച്ച് പേര് ഇന്നത്തെ ദിവസം ഇരിക്കുന്നുണ്ടാകാം. ഓക്കെ, എഗെയിൻ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ആ ഒരു എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയായിട്ട്, നിങ്ങളുടെ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. അപ്പോൾ എന്നാണോ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്തെ മെസ്സേജായിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. താങ്ക് യു. പൈൽ നമ്പർ 2, Hermit, Knight of Inspiration, Four of Swords. ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ ഫൺ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒത്തിരി പാഷനേറ്റ് ആയിട്ട് തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ്ങും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു ട്രാവൽ വന്നിട്ട് വാട്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഷിപ്പിലെ ട്രാവൽ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒത്തിരി എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. തനിക്ക് എന്താണോ വേണ്ടത്, എൻ്റെ ഗോൾസ് എന്താണോ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്ങും ആകാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച കുറേ നാളായിട്ട് ആഗ്രഹിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ആകാം. ഓക്കെ, ബാക്കിൽ വന്നിട്ട് 8 ഓഫ് ഇൻസ്പിറേഷൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ മാസിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. എഗെയിൻ ആ ഒരു പാഷൻ, ആ ഒരു ഊർജം, എനിക്ക് ചെയ്യാൻ സാധിക്കും,
നിങ്ങളെ ചിലപ്പോൾ കൂടെ കൂടെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, എനിക്ക് സാധിക്കും, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം കുറച്ച് പേര് വന്നിട്ട്. അതുപോലെ തന്നെ ഹെർമിറ്റിൻ്റെ എനർജിയിൽ വന്നിട്ട് നിങ്ങൾ റീസെൻ്റായിട്ട് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒത്തിരി ക്ലാരിറ്റി, വ്യക്തത, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒരു ന്യൂ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ട്രബിൾസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ അക്വിസിഷൻസ്, അതായത് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ലൈറ്റിൽ നിർത്താനായിട്ട് ശ്രമിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു മെൻ്റൽ പീസ് കെടുത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനത്തെയൊക്കെ എനർജീസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, നിങ്ങളുടെ കർമ്മയിൽ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനായിട്ടുള്ളത് അതിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. മെയിനായിട്ട് ലവ്, റിലേഷൻഷിപ്പ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശാന്തമായിട്ടിരുന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേര് ഈ ഒരു ഹെർമിറ്റിൽ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയും ആകാം. ഓക്കെ, കുറച്ചൊരു പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾക്കുള്ള അഫർമേഷൻസ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഐ ലവ് മൈ വർക്ക്, ഐ ചൂസ് മൈ ഓൺ ആറ്റിറ്റ്യൂഡ്. അഗെയിൻ ഐ ലവ് മൈ വർക്ക് വന്നിട്ട് ഒത്തിരി പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഐ ചൂസ് മൈ ഓൺ ആറ്റിറ്റ്യൂഡ് വന്നിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ഓരോ കാര്യങ്ങളോട് നിങ്ങൾ സ്വീകരിക്കുന്ന ആ ഒരു മനോഭാവം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ടെംപ്റ്റേഷൻസ് വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ടെംപ്റ്റേഷൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു സമയത്തും കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.